പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുദിനം തിരുവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായത്തിന്റെ 19 വാക്യം വായിക്കുന്നു. പിന്നെ പുരുഷാരം പുലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. പ്രസ്തുത വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ. സ്നാപക യോഹന്നാന്റെ വേർപാട് കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെയധികം ദുഃഖിപ്പിച്ചു. ഈ ദുഃഖ വാർത്തയറിഞ്ഞ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് 14 അധ്യായത്തിന്റെ 13 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. അത് കേട്ടിട്ട്, ഈ ദുഃഖ വാർത്ത കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. ഈ ദുഃഖവാർത്ത കേട്ട് നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പക്ഷേ കർത്താവ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ കർത്താവ് മനസ്സലിയും. സ്തോത്രം. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ദുഃഖങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നുപോയ മാസമായിരിക്കാം. സ്തോത്രം. എന്നാൽ ഈ ദുഃഖത്തിന്റെ അനുഭവത്തെ, അതൊരു പക്ഷെ സാമ്പത്തികമായിരിക്കാം, നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളായിരിക്കാം, കുടുംബ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളായിരിക്കാം, തലമുറകളെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം. അങ്ങനെ ഒരു മനുഷ്യനെ അലട്ടുന്ന അവന്റെ ജീവിതത്തിലെ പലവിധ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നടുവിൽ യേശു കർത്താവിനെ അന്വേഷിച്ച് യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ആ കർത്താവ് നമുക്ക് വേണ്ടി മനസ്സലിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ കടന്നു വന്നവരുടെ രോഗികളെ സൗഖ്യമാക്കിയെന്ന് കാണുന്നു. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിലേക്ക്, 15 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം. സ്തോത്രം. സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. പുരുഷാരത്തിന്റെ എണ്ണം പെരുകുന്നു. അവർക്ക് കൊടുപ്പാനൊന്നുമില്ല. ശിഷ്യന്മാരേറെ വലഞ്ഞു. സ്തോത്രം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിരാശപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. എന്തിനു പ്രാർത്ഥിക്കണം? എത്ര പ്രാർത്ഥിച്ചു? ഉപവസിക്കഴിഞ്ഞിട്ടാണോ? എത്ര ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥന അപേക്ഷിച്ചു? ഇവരെല്ലാം പ്രാർത്ഥിച്ചിട്ടും എന്തേ മറുപടി വൈകുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മുടെ മേൽ മനസ്സലിഞ്ഞാൽ, സമയം സന്ധ്യ ആയതോ നേരം വൈകുന്നതോ, ആ സ്ഥലത്തെ മരുഭൂമി എന്ന് വായിക്കുന്നു, നിർജ്ജന ദേശമെന്ന് നാം കാണുന്നു, സ്ഥലത്തെയോ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അല്ല കർത്താവ് നോക്കുന്നത്, നമ്മെ നോക്കുന്നു. നമ്മളെ നോക്കിയാൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറുവാനിടയെത്തിരും. ആ സാഹചര്യത്തിൽ അവർക്കില്ലാഞ്ഞത്, അവർ കൊടുപ്പാനില്ലാഞ്ഞത് ഭക്ഷണമാണെങ്കിൽ ഒരു ബാലന്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും, കനൽ ചുട്ട അപ്പം. സ്തോത്രം. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ആ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ വാഴ്ത്തി എന്നതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ അനുഗ്രഹിച്ചു എന്ന. സ്തോത്രം. അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ കനലിൽ ചുട്ടെടുത്ത അപ്പത്തെ അനുഗ്രഹിച്ച കർത്താവ് തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ച നമ്മെ എത്രയധികം അനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം. അന്ന് കടന്നു വന്നവർക്ക് കർത്താവ് ഭക്ഷണം നൽകുവാനിടയായി. അവർ തിന്ന് തൃപ്തരായി. ശേഷം 12 കൂട്ടം നിറച്ചു. അങ്ങനെയെങ്കിൽ 5000 പേരെന്ന് കാണും. അതിലധികം പുരുഷന്മാർ തന്നെ 5000 പേരെന്ന് കാണുമ്പോൾ അതിലധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അവരെല്ലാം തൃപ്തരായി. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശൂന്യതകൾ മാറുവാനിടയായിത്തീരും. ഇന്ന് പകൽ തൃപ്തിയോടെ മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. ആമേൻ. സ്തോത്രം. ഹന്ന ദൈവസന്നിധിയിൽ നിലവിളിച്ചു, കരഞ്ഞു. ഹന്നയുടെ നിലവിളിയും കരച്ചിലും ഏലി പുരോഹിതന് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളോ നമ്മുടെ വിഷയങ്ങളോ
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരിലൂടെ ഇടറിപ്പോകുന്ന വാക്കുകളോ മുറിഞ്ഞു പോകുന്ന വാക്കുകളോ അക്ഷരങ്ങളോ ഒരുപക്ഷെ അടുത്തിരിക്കുന്നവനോ കുടുംബത്തിൽ അകത്തുള്ളവർക്കോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അതറിയുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എൻ്റെ വിഷയത്തിൻ്റെ മേൽ എനിക്ക് മറുപടി ലഭിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കും, അനുഗ്രഹിക്കും. കല്യാണ ഭവനത്തിൽ വീഞ്ഞു കുറഞ്ഞുപോയി. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിന്ദയും ഏറ്റവും വലിയ പരിഹാസവും ഏറ്റവും വലിയ അപമാനവും ഏറ്റുവാങ്ങേണ്ട വന്ന സാഹചര്യത്തിൽ കർത്താവ് മാറ്റി നിർത്തിയ കൽഭരണികളിൽ നിറയ്ക്കുവാൻ കൽപ്പിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കി നിർത്തിയെങ്കിൽ, മാറ്റി നിർത്തിയെങ്കിൽ, ആ മാറ്റി നിർത്തിയതിനെ, ഒഴിവാക്കി നിർത്തിയതിനെ, ഒറ്റപ്പെടുത്തി നിർത്തിയതിനെ നിറയ്ക്കുവാൻ കർത്താവ് ശക്തനാണ്. ഒന്ന് മാത്രം, ഞാൻ ഇതാ കർത്താവേ, അടിയൻ ഇതാ കർത്താവേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ വിഷയങ്ങൾക്ക് മുമ്പിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ വിടുവിക്കാനിടയായി തീരും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഹാഗാറിനെ നമുക്കറിയാം. ഹാഗാറിന്റെ ജീവിതത്തിൽ ഒരു തുരുത്തി വെള്ളവും ഉണങ്ങിയ അടയും തന്നിട്ട് ഇറക്കി വിടാൻ നോക്കി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇറക്കി വിടാൻ നോക്കിയെടുത്ത് പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 21:15 വാക്യത്തിൽ നാം ആ ഭാഗം വായിച്ച് വിശദീകരിക്കാൻ സമയമില്ലോ ഭാഗം വായിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആര് നിന്നെ ഇറക്കി വിടാൻ നോക്കിയാലും, ആര് നിന്നെ ഉപേക്ഷിക്കാൻ നോക്കിയാലും ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത ഒരു ദൈവം ഉയരത്തിലുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും യേശു കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. വിഷയത്തിൻ്റെ നടുവിൽ മറുപടി നൽകി മാനിച്ച് അയക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശു കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നാൽ മനസ്സലിയുന്നൊരു ദൈവം. അതാണല്ലോ നമ്മുടെ പശ്ചാത്തലം. അങ്ങനെയെങ്കിൽ ഈ പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നാൽ തീർച്ചയായും നിശ്ചയമായും നിങ്ങൾക്ക് മേൽ മനസ്സലിഞ്ഞ് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഒരു പരിഹാരം നൽകുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. സകല ചിന്താകുലവും എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്തുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കും. സ്വർഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് വചനത്താൽ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിർജ്ജന ദേശത്ത് കർത്താവ് വന്നപ്പോൾ കർത്താവ് വന്നെന്നറിഞ്ഞ് അവിടെ കടന്നു വന്ന ജനത്തിന്മേൽ മനസ്സറിഞ്ഞൊരു കർത്താവ് സന്ധ്യയായി അവരെ യാത്ര അയക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെ പറഞ്ഞു വിടാൻ തക്കവണ്ണമുള്ള കാരണം എന്തെന്ന് കർത്താവ് കണ്ടെത്തി. 2 മീനും 5 അപ്പവും സ്വർഗത്തിലേക്ക് ഉയർത്തി വാഴ്ത്തി നുറുക്കി നൽകിയത് അവർക്ക് തൃപ്തരായി എന്ന് കാണുവാനിടയായി. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവർ തൃപ്തിയോടെ മടങ്ങുവാനിടയായി തീരട്ടെ. അവരുടെ വിഷയങ്ങൾക്ക് മേൽ ഒരു വിടുതലാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദുഃഖത്തോടെ കടന്നു പോകുന്ന ഭവനത്തിൻ്റെ അകത്ത് വലിയൊരു സന്തോഷവും സമാധാനവും വെളിപ്പെടട്ടെ. കർത്താവേ, ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്നവർ വചനത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.